ചോദ്യങ്ങളൊന്നും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ബേസിക്കലി എല്ലാം ഫെമിനിസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. വായിക്കാനും പറ്റുന്നില്ല, ക്ഷമിക്കുക. ഞാൻ ഈ ബേസിക്കലി ഇറ്റ്സ് എ ഫോക്കസ്. മിക്കവാറും ചോദ്യങ്ങളെല്ലാം എന്തോ ബേസിക്കലി ഫെമിനിസം, പാട്രിയാർക്കി, ഫെമിനിസ്റ്റുകൾ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. മറ്റേ വിഷയം നമ്മളുടെ യഥാർത്ഥ വിഷയം അല്ല ഇവിടെ. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്തുകൊണ്ട് വ്യഭിചാരത്തിന് വഴങ്ങി എന്ന് അങ്ങ് വിശദീകരിച്ചില്ല. ഈ സ്ത്രീയെ ഒരു ചീത്ത സ്ത്രീയായി അനുവാചകർ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് കൊണ്ട് സാഹചര്യം വിശദീകരിക്കണം. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ആ രീതിയിൽ പോകുന്നത് ഞാൻ എന്തിനു വിശദീകരിക്കണം? അതൊരു കഥയല്ലേ. അതെ, അത് അതായത് നമ്മളൊരു ആശയം പറയുന്നതിന് നമ്മളൊരു ബിംബമായി ഒരു സിമ്പലായി ഉപയോഗിച്ചു എന്നുള്ളതല്ല, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലെ കാര്യകാരണ സഹിതമുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അത് അങ്ങ് സിനിമ കണ്ടതിലും കഥ കണ്ടതിലും ഞാൻ അതൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. അതെന്താണ് അതിനകത്തുള്ളത്? പിന്നെ മറ്റേ നക്കിക്കൊല്ലുക അല്ലെങ്കിൽ മുക്കിക്കൊല്ലുക എന്ന വിശ്വാസികളുടെ തത്വം. ഗിരീഷ് കുമാർ എന്ന വ്യക്തി ആനമണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് ഞാൻ ചോദ്യം ചെയ്തിരിക്കുകയും അദ്ദേഹം തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള കൂടിക്കാഴ്ചയിൽ ഒരു നിരീശ്വരനായ ഗോപാലകൃഷ്ണ നമ്മളെക്കാൾ നല്ല ആളാണെന്ന് പുകഴ്ത്തുകയും ചെയ്തു. നല്ലത് അങ്ങേ പുകഴ്ത്തി, നല്ല കാര്യം. ഇതൊരു ചോദ്യമാണോ? ഓക്കെ, ശരി, അതൊരു നല്ല കാര്യം. ഇനി ഫങ്ഷണൽ എന്തൊരു മാധ്യമങ്ങൾ വഴിയുള്ള ശാസ്ത്ര പ്രചരണം സാധാരണക്കാരിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. ഉദാഹരണം, കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ പറഞ്ഞ വിടുവായുത്തം അമിതമായി പോയതോടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച് കണ്ടല്ലോ. അത്ര ഇല്ലെങ്കിലും ശാസ്ത്ര ആശയങ്ങൾ സ്ഥിരമായി മുഖ്യ മാധ്യമങ്ങളിൽ വരുന്നില്ല. അതെ, ഇത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അതായത് ഈ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ നിരീശ്വരവാദവും മറ്റേ ശാസ്ത്രപ്രചരണമൊക്കെ നടത്തിയിട്ട് എന്ത് ഫലം? ഞാൻ അവരോട് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, നടത്തിയിട്ട് ഇതാണ് ഫലമെങ്കിൽ നടത്താതിരുന്നാൽ എന്തായിരിക്കും ഫലം? നടത്തിയിട്ട് ഇത്രയും ഫലമേ ഉള്ളൂ, ഫലം കുറഞ്ഞു പോയി, സംഗതി മെച്ചപ്പെടുത്തണം. പക്ഷേ ഇതെങ്ങനെയാണ് നമുക്കെതിരെയുള്ളൊരു ആരോപണമായിട്ട് വരുന്നത്? ഇവിടെ ആരുടെയും സപ്പോർട്ടില്ലാതെ, ഒരു ഇതുമില്ലാതെ നിന്ന് എല്ലാവരുടെയും എതിർപ്പ് നേരിട്ടുകൊണ്ട് നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെ ചിലർ പറയുന്നുണ്ട് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. ഈ യുക്തിവാദികളൊക്കെ എവിടെ പോയി കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇവൻ പുറത്തുവിടുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളും തൂത്ത് വൃത്തിയാക്കി വെടിപ്പായി സമൂഹത്തിലെ എല്ലാ പാതകളും കൃത്യമാണ്ടത് തോട്ടിപ്പണിക്കാരാണോ ഇവിടുത്തെ യുക്തിവാദികൾ? നമുക്ക് എന്ത് സഹായമാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. മുഖ്യധാരാ മാധ്യമങ്ങൾ, ഗവൺമെൻറ്, രാഷ്ട്രീയ പാർട്ടികൾ, ഇവരാരും നമ്മളെ അടുപ്പിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു വലിയൊരു യുക്തിവാദി സമ്മേളനം അവിടെ നടന്നു കഴിഞ്ഞാൽ കൊതുക് നിവാരണ യജ്ഞം എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയായിരിക്കും 5-ാം പേജിലോ 6-ാം പേജിലോ വരും. അതും എല്ലാം വിളിച്ചു പറയണം, ശ്രീനിച്ചേട്ടനൊക്കെ വിളിച്ചു പറയും. അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ തമസ്കരിക്കല്ലേ, മൊത്തത്തിൽ തമസ്കരിക്കുന്നൊരു കാര്യം അല്ല. നിങ്ങൾ നമുക്കൊരു ചാൻസ് തുല്യ ചാൻസ് എല്ലായിടത്തും കയറി. നിങ്ങൾ ഈ അണ്ണന്മാരെയൊക്കെ വിളിക്കുന്നിടത്തും അവിടെ എല്ലാം ഒരു തുല്യ ചാൻസ് നമ്മൾ പറഞ്ഞുതരാം എന്താ ശരിയെന്ന്. നിങ്ങൾ ടോട്ടലി തമസ്കരിച്ചിട്ട് എന്നിട്ടും ഞങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കണം എന്ന് പറയാം. ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത്ര വലിയ മറുപ്പൊന്നുമല്ല. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രീനിവാസനെ പോലെയുള്ള ആൾക്കാർ തോൽവി തന്നെയാണ് കേട്ടോ, വലിയ തോൽവി തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ? ഞാൻ ജൈവത്തിൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് കാട് കയറിപ്പോയി. ജൈവം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും നിൽക്കത്തില്ല. അതുകൊണ്ട്
ഞാൻ എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ അക്കാര്യത്തിൽ വേണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രചരണം ആവശ്യമുണ്ട്. അപ്പോൾ പലരും നമ്മൾ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, സാറെന്താ അതിനെതിരെ പ്രതികരിക്കാതെ, സാറെന്താ ഇതിനെതിരെ ഞാൻ ചിലപ്പം വണ്ടി തൂങ്ങി പിടിച്ചിങ്ങനെ യാത്ര ചെയ്യായിരിക്കും. നമുക്കൊക്കെ ഒരു പരിധിയില്ലേ, നമ്മളും ചെയ്യുന്നു, നിങ്ങളും ചെയ്യൂ, എല്ലാവരും ചെയ്യൂ എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. പരമാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഗുഡ് ആസ് പോസിബിൾ. ഇനി മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ എങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ നമുക്കിത് എത്തിക്കാനായിട്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ചാനലുകളിൽ ഒന്നിൽ സ്വന്തമായിട്ട് തുടങ്ങുക. അത് സാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ദ മണി ടു ഡു ദാറ്റ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പരിപാടി നടത്താൻ പോലും തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ വലിയ ഗുണമില്ല എന്ന് പലരും കരുതുന്നുണ്ട് തന്നെ ഇതിനകത്ത് വലിയ പമ്പിങ് ഒന്നും ഇല്ല, ഡെപ്പോസിറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ ചാനലുകളിൽ സ്ലോട്ടുകൾ വാടകയ്ക്ക് എടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ എടുത്ത് നോക്കി, ചെറിയ തോതിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ എടുത്ത് നോക്കിയെങ്കിലും 10,000 രൂപയൊക്കെയാണ് ഏറ്റവും ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ചാനലുകളിൽ പോലും അരമണിക്കൂർ 20 മിനിറ്റിനൊക്കെ ഉള്ളത്. 15,000 രൂപ, 20,000 രൂപയൊക്കെയാണ്. വലിയ ചാനലുകളിലൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളാണ്. ഈ ലക്ഷങ്ങൾ വെച്ച് 1-2 പരിപാടി നടത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ പരിപാടിക്ക് എവിടെ പോകും? ഒരു പണം ഒഴുക്കൊന്നുമില്ല. മതവിശ്വാസികളെ സംബന്ധിച്ചോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോ അനുസ്യൂതമായ ഒഴുക്കാണ്. അവർക്ക് പല നേട്ടങ്ങളുണ്ട്. ഒരാൾ അധികാരം കൊടുക്കുന്നു, മറ്റാൾ സമ്മാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഓരോ പള്ളിയിലൊക്കെ ഓരോരുത്തർ കൊടുക്കുന്ന അറിയാം, 5 ലക്ഷം രൂപയാണ് പള്ളിയിലേക്ക് സംഭാവന. അത് 5 ഇൻസ്റ്റാൾമെൻ്റായിട്ട് 10 ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കും. ഒരു ചാക്കരി ഇതുവരെ ജീവിതത്തിൽ വാങ്ങിച്ചിട്ടില്ലാത്തവൻ 2-3 ചാക്കാണ് അമ്പലത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ മെൻ മണി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവർത്തിക്കാൻ ആളുകൾ വേണം, കുറേ പേര് വോളണ്ടിയർ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നതാണ്. സ്വാതന്ത്ര്യത്തേക്ക് രാഷ്ട്രീയപരമായ ഒരു സമരസപ്പെടാത്ത അതിൽ സ്വീകാര്യത ജനങ്ങളെത്തിക്കാൻ തടസ്സമുണ്ട്. ഇതിനെ എങ്ങനെ നേരിടാം? സ്വാതന്ത്ര്യക്ക് രാഷ്ട്രീയപരമായി സമരസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ല. പിന്നെ രാഷ്ട്രീയ കക്ഷികളെ ഉള്ളൂ ഇവിടെ. അവർ മതത്തിൻ്റെ നമ്പർ 1 ആശീർവാദവും അനുഗ്രഹവും ചൊരിഞ്ഞ് ഞങ്ങൾ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തെളിയിക്കാനായി പരസ്പരം കുത്തിമലർത്തുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇവിടെ ഉള്ളത്. മതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനാണ്, അല്ല ഞാനാണ് എന്ന് പറയാനായി മത്സരിക്കുന്നത്. അതിനോട് സമരസപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതും കൂടി ഇല്ലാതാവും, അത്രേ ഉള്ളൂ. ഒരു കാലത്ത് യുക്തിവാദികൾ മതവിമർശനം നിർത്തി ക്യാപിറ്റലിസത്തിനെതിരെയുള്ള വർഗസമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അവരുടെ ശക്തി ചോർത്തിക്കളഞ്ഞു. ഓക്കെ, പിന്നെ കുറച്ച് നാൾ ചാരിറ്റി നടത്തി, അത് ഞാൻ പറഞ്ഞ വിഷയമാണ്, ചാരിറ്റി നടത്തി ജനമധ്യത്തിൽ മുഖം മിനുക്കലാണ് യുക്തിവാദത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്നൊരു കാമ്പയിൻ വന്നു. ഇപ്പോൾ ഇതാ ഫെമിനിസത്തിന് വേണ്ടി പണിയെടുക്കലാണ് യുക്തിവാദത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് ഫത്വ ഇറക്കിയിരിക്കുന്നു. യുക്തിവാദവും മതവിമർശനവും ഒക്കെ റിസ്ക്കുള്ള പണിയാണ്. അതിന് കഴിയാത്തവർ അവർക്കിഷ്ടമുള്ള ഫെമിനിസവും ചാരിറ്റിയും മുതലാളിത്ത വിരുദ്ധ പോരാട്ടവും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. ഈ ഹൈജാക്കിംഗ് എതിർക്കപ്പെടേണ്ടതല്ലേ? ഹൈജാക്കിംഗ് എന്ന് പറയുമ്പം ആദ്യം നടന്ന ഹൈജാക്കിംഗ് കറക്റ്റ് കാര്യമാണ്, അത് പലരും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ രണ്ടാമത് ചാരിറ്റിയും ഓക്കെ റൈറ്റ്. ഇപ്പോൾ ചാരിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിഭവശേഷിയും പ്രഹരശേഷിയും പരിമിതമാണ്. അതെല്ലാം ഈ ചാരിറ്റിയിലേക്ക് പോകണം. ചാരിറ്റി ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടല്ലേ, അധോലോക നായകന്മാരുണ്ട്, ബിൽഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ഇവരൊക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നുണ്ട്. പണമുള്ളവർക്കും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ കഴിയും. നമ്മൾ ചിലപ്പോൾ പോക്കറ്റിൽ തപ്പുമ്പോൾ ഒന്നും കാണത്തില്ല. അപ്പോൾ അവൻ വിചാരിക്കുക എവനേത് തെണ്ടി എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ചാരിറ്റി ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. മാത്രമല്ല നമ്മുടെ പരിമിതമായ വിഭവശേഷിയും പ്രകടശേഷിയും ഈ എല്ലാവരും ചെയ്യുന്ന മേഖലകളിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന പണി ചെയ്യാൻ ആരുമില്ല. അതാര് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അത് മുഖ്യ ഐറ്റമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം മൂന്നാമത് പറഞ്ഞത് ഫെമിനിസത്തിലേക്കാണ്. ഇപ്പോൾ ഒരു യുക്തിവാദി ഫെമിനിസ്റ്റ് ആകുന്നത് നല്ലതാണ്. സ്ത്രീപക്ഷവാദം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്കിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതാണ് മുൻഗണനയിൽ ആദ്യം വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാൻ ആളില്ല. അതൊക്കെ കുറേ കൂടെ സോഫ്റ്റ്വെയർ ടാർഗറ്റുകളാണ്. സോഫ്റ്റ്വെയർ ടാർഗറ്റുകളിലേക്ക് പോകുമ്പോൾ സുഖമാണ്, കുറച്ചുകൂടെ സുഖമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് തിരിച്ചടികൾ വരും. അപ്പം ഹൈജാക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഫെമിനിസമാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നിങ്ങളത് ചെയ്യുക, ആരും എതിർക്കുന്നില്ല, നല്ല കാര്യം എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ.
ഇതിനെല്ലാം ഫെമിനിസമാണ്. നമ്മുടെ സമൂഹത്തിൽ പുരുഷന് പ്രിവിലേജ് ഇല്ലേ? മതം പോലും പാട്രിയാർക്കിയുടെ ഒരു ഉൽപ്പന്നമല്ലേ? പുരുഷന് പ്രിവിലേജ് ഉണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. അത് ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ മിക്കവാറും പുരുഷന് പ്രിവിലേജ് ഉണ്ട്, പുരുഷാധിപത്യം നിലനിൽപ്പുണ്ട്. പക്ഷെ മതം പോലും പാട്രിയാർക്കിയുടെ ഉൽപ്പന്നമല്ലേ എന്ന് ചോദിക്കുന്നത് അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാര്യം പാട്രിയാർക്കി ആയാലും മാട്രിയാർക്കി ആയാലും മതം അത് ഉപയോഗിക്കും. ഇനി പാട്രിയാർക്കിയും മാട്രിയാർക്കിയും ഇല്ലെങ്കിൽ തന്നെയും മതം എന്ന് പറയുന്നുണ്ട്. ഒരു മതം എന്ന് പറയുന്നത് സെപ്പറേറ്റ് സാധനമാണ്. അതൊരു ആക്ച്വലി ഇറ്റ്സ് എ സെറിബ്രൽ സ്റ്റാൻസ് ആണ്. അത് പുരുഷനാണോ ആധിപത്യം, സ്ത്രീക്കാണോ ആധിപത്യം സമൂഹത്തിലുള്ളത്, അതൊരു വിഷയമല്ല. പാട്രിയാർക്കി ആയാലും മാട്രിയാർക്കി ആയാലും മതമുണ്ടാവും. മതത്തിന് ഇവയെ ഉപയോഗിക്കാൻ കഴിയും. നിലവിലുള്ള ഒരു വ്യവസ്ഥയെ ഉപയോഗിക്കാൻ മതത്തിന് കഴിയും. ഒരു ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും, അധികാരം നിലനിർത്തുന്നതിനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ പാട്രിയാർക്കിയും മാട്രിയാർക്കിയും സമൂഹത്തിലില്ലെങ്കിലും മതം എന്ന് പറയുന്നത് എന്താണ്? മതം എന്ന് പറഞ്ഞാൽ യുക്തിഹീനമായ, തെളിവിനോട് അനുഭാവമോ ആദരവോ ഇല്ലാത്ത അശാസ്ത്രീയമായിട്ടുള്ള ചിന്താരീതിയാണ്. അത് മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് റിലീജിയോസിറ്റിയുടെ ഉൽപ്പന്നമാണ്, മതാത്മകതയുടെ ഉൽപ്പന്നമാണ്. മതാത്മകതയാണ് ഹോമിയോപ്പതിയുടെ പുറകിൽ പോകുന്നത്. മതാത്മകതയാണ് വാക്സിൻ വിരുദ്ധതയുടെ പുറകിൽ പോകുന്നത്. അതാണ് ജൈവകൃഷിയുടെ പുറകിൽ പോകുന്നത്. മതാത്മകതയുടെ ഉൽപ്പന്നമാണ്. അത് പാട്രിയാർക്കിയാണോ മാട്രിയാർക്കിയാണോ, എന്താണ് സാഡിലുള്ളത്, എന്താണ് അധികാര സ്ഥാനത്തുള്ളത് എന്നുള്ളത് മതത്തിനൊരു വിഷയമല്ല. പക്ഷേ പാട്രിയാർക്കി മതത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ശീലാവതിയുടെ കഥ പറയാറുണ്ട്. ശീലാവതി സ്വന്തം ഭർത്താവിനെ അവസാന കാലഘട്ടത്തിൽ കുഷ്ഠരോഗിയായ ഭർത്താവ് ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു അഭിസാരികയെ പ്രാപിക്കണമെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ശീലാവതി ഈ ഒരു കുട്ടയിൽ തൻ്റെ കുഷ്ഠരോഗിയായ ഭർത്താവിനെ ചുവന്നുകൊണ്ട് ഈ അഭിസാരികയുടെ അടുത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കഥ പോലും അങ്ങനെയാണ്, ശീലാവതിയുടെ കഥ പോലും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഥ കണ്ടിട്ടുണ്ടോ മതത്തിൽ? ഭാര്യ കുഷ്ഠരോഗിയാണ്, അവസാനം ഭർത്താവിനേക്ക് പറഞ്ഞു, ചേട്ടാ എനിക്ക് നമ്മുടെ ഇന്നാരുമായിട്ടൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊരു ഭർത്താവ് സ്വന്തം ഭാര്യയെ കുട്ടയിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്? അത് ഓക്കെ, റൈറ്റ്, അത് അടുത്തല്ല. അപ്പം ഈ മതം എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീയുടെ ശവക്കല്ലറ തന്നെയാണ്, അടക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പാട്രിയാർക്കി മതം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പാട്രിയാർക്കി എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ ഉൽപ്പന്നമൊന്നുമില്ല. അത് വളരെ അതൊരു എന്താ പറയുക, ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വളരെ യുക്തിഹീനമായിട്ടുള്ള ഒരു കാര്യം. ഇതെല്ലാം ഫെമിനിസം ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഞാൻ വെളുത്ത കാറാണ് അവതരിപ്പിച്ചത്, കറുത്ത കാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് എല്ലാം വരുന്നത്. പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള അവലോകനമാണെന്ന് പറഞ്ഞു. ഭാര്യമാരെ വൈകാരികമായും ഭൗതികമായും സ്വാധീനിക്കണം, അവരെ പുകഴ്ത്തണം എന്നൊക്കെ പറയുന്നത് സ്ത്രീവിരുദ്ധമല്ലേ? ശരി. അതുപോലെ സ്ത്രീയെ ശരീരമായി കണ്ട് സ്ത്രീ വശം പിടിക്കുന്ന പീക്കോക്കിസവും സ്ത്രീവിരുദ്ധമല്ലേ? അത് ശരി. ബാലൻസ് കെ നായരാണ് ആദ്യത്തേത്. ഭാര്യമാരെ വൈകാരികമായും ഭൗതികമായും സ്വാധീനിക്കണം എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ വൈകാരികമായും ഭൗതികമായും സ്വാധീനിക്കപ്പെടാൻ തക്ക യോഗ്യതയില്ലാത്ത എന്തോ ചാക്ക് കേസാണ് സ്ത്രീകളെന്നാണെന്നോ എൻ്റെ അർത്ഥം. എന്തോ നിങ്ങളീ പറയുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലിൽ വൈകാരികവും ഭൗതികവുമായിട്ടുള്ള സ്വാധീനം. ഐ ആം ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എവരിബഡി അറൗണ്ട് മീ. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഞാനും സ്വാധീനിക്കുന്നുണ്ട്. പരസ്പരമായ കൊള്ളക്കൊടുക്കലുകൾ എല്ലായിടത്തും ഉണ്ട്. അതിലെന്താണ് ഏതെങ്കിലും അതൊരു ലിംഗത്തിനെതിരെയുള്ള ഒരു നിലപാടല്ല. അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഭാര്യമാരുമായിട്ട് ഭൗതികമായി സംസാരിക്കുന്നു, അതെന്താണ് സ്ത്രീവിരുദ്ധമായ കാര്യമാണ്? അതല്ലേ അവരെ ആദരിക്കലല്ലേ ഒരർത്ഥത്തിൽ. അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുകയും അവരെ ഒപ്പം സഞ്ചരിക്കുകയും ചെയ്യല്ലേ. അതിനകത്ത് എന്താണ് സ്ത്രീവിരുദ്ധം? ഇനി രണ്ടാമത് ചോദിച്ചത് എന്താണ്? സ്ത്രീയെ ശരീരമായി കണ്ട് സ്ത്രീവശം പിടിക്കുന്ന പീക്കോക്കിസവും സ്ത്രീവിരുദ്ധമല്ലേ? അതിനൊരു ഉത്തരത്തിൻ്റെ തന്നെ ആവശ്യമില്ല. ഇനി അടുത്തത്, സ്ത്രീകളാണ് ഞങ്ങളുടെ നമ്പർ 1 ശത്രു എന്നാണ് പീക്കോക്ക് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. അവരാണ് പാട്രിയാർക്കിയുടെ ഫുഡ് സോൾജിയേഴ്സ്. ഇത് സ്ത്രീവിരുദ്ധമായ വാദമല്ലേ? കാലാൾപ്പട. സ്ത്രീകളാണ് തങ്ങളുടെ നമ്പർ 1 ശത്രു എന്നത്. അതായത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നു. പുരുഷാധിപത്യ പ്രവണതയുടെ കാലാൾപ്പടയാണ് സ്ത്രീകൾ എന്ന് പറയാറുണ്ട് അവർ പറയാറുണ്ട്. അത് സ്ത്രീവിരുദ്ധമല്ലേ? അത് സ്ത്രീകൾക്ക് വിരുദ്ധമാണ് എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് വിരുദ്ധമാണത്.
അങ്ങനെ പറയുന്നത് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കൽ തന്നെയാണ്, സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അവലോകന രീതി എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഫെമിനിസ്റ്റുകളുടെ ഒരു രീതിയാണ്. ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പോകാറില്ല. അവരാ പറയുന്നതിന് കാര്യമുണ്ട് എന്നാണ് കാണുന്നത്. അല്ലാതെ സ്ത്രീകൾ മുഴുവൻ പുരുഷാധിപത്യത്തിൻ്റെ കാലാൾപ്പടകളെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മോശക്കാരാണ് എന്ന് പറഞ്ഞു, സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്ന് കാണുന്നതിൽ പകരം നമ്മൾക്ക് യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതും നേരുകൾ അവലോകനം ചെയ്യാനുള്ളതുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് സ്ത്രീവിരുദ്ധത, പുരുഷവിരുദ്ധത, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നുള്ള ഒരു പരിമിതമായിട്ടുള്ള ഒരു ലോജിക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. സ്ത്രീകൾ പാട്രിയാർക്കിയെ അംഗീകരിക്കുന്നുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. അത് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ വേറെ ചില അവലോകന രീതി അനുസരിച്ച് അത് സ്ത്രീവിരുദ്ധമാണ്. നമ്മൾ ആ രീതിയിലേക്ക് തരം താഴേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞങ്ങളും കേരളത്തിലെ സ്ത്രീകൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് ഒരു ഫെമിനിസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയത് പാട്രിയാർക്കി അല്ലേ, പാട്രണിസം അല്ലേ? ഞങ്ങളും കേരളത്തിലെ സ്ത്രീകൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ. അത് അല്ല, അതായത് ഒരു പ്രശ്നം. ഒരാൾ എഴുതാണ് ഞങ്ങളും കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സംരക്ഷണവാദം തന്നെയാണ്. എങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ, എങ്ങനെ ഞങ്ങളും കേരളത്തിലെ സ്ത്രീകളും എന്നുള്ള വാദം തീർച്ചയായിട്ടും അതൊരു പാട്രിയാർക്കിയുടെ രീതി തന്നെയാണ്. ഈ പാട്രിയാർക്കി പലപ്പോഴും നമ്മൾ ഈ ഏറ്റെടുക്കലുകൾ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്വതന്ത്ര ലോകം പരിപാടിയിൽ ഒരു വിഷയം ഉണ്ടായി. അതായത് നമ്മളുടെ അവാർഡ് കൊടുക്കാനായിട്ട് നിശ്ചയിച്ചിരുന്ന ഒരു സംഘടന അവർക്ക് അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറി. അത് വളരെ വിഷമമായിട്ടുള്ള സാധനം. നമ്മൾ വലിയ നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്തതാണ്. അവരുന്നയിച്ച വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസ് ഓഫ് ലവിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. കിസ് ഓഫ് ലവിനെ നമ്മളിപ്പോഴും വളരെ ഒരു ഐതിഹാസികമായ സമര രീതി, കിസ്സല്ല പ്രധാനം, സമരമാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് അധാർമികതയ്ക്ക് മുന്നോട്ട് കൊടുക്കുന്ന ഒരു സംഘടനയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞവർ പോയി. അവർ പറഞ്ഞ കാരണം ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെങ്ങറയിലായാലും മറ്റുള്ള പല ന്യൂനപക്ഷങ്ങളുടെ, ദളിതുകളുടെ, സ്ത്രീകളുടെ സമരങ്ങളിലൊക്കെ ഈ തമ്പുരാൻ വർഗം, വരേണ്യവർഗം കടന്നു വന്നിട്ട് അത് ഏറ്റെടുക്കാനുള്ള ഒരു കളി കളിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വളരെ ശക്തമായിട്ട് കേൾക്കുന്നതാണ്. അതർത്ഥം നിങ്ങളുടെ ഒരു തണലിലും നിങ്ങളുടെ സംരക്ഷണയിലും അല്ല ഞങ്ങളുടെ സമരങ്ങൾ നടക്കേണ്ടത്. ഞങ്ങളുടെ സമരങ്ങൾ ഞങ്ങളിൽ നിന്നാണ് വരേണ്ടത്, ഞങ്ങളുടെ പോരാട്ടങ്ങൾ ഞങ്ങളിലാണ് വരുന്നത്, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതായത് ഓൺ ചെയ്യുക എന്ന് പറയും, ഏറ്റെടുക്കൽ സമരങ്ങൾ, സംരക്ഷണ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് തന്ത കളിക്കുക എന്ന് പറയും, തന്ത കളിക്കുക എന്ന് പറയും. അപ്പോൾ തന്ത കളിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവർക്ക് ഒരു സംരക്ഷകൻ ആവശ്യമുണ്ട്, സംരക്ഷകനില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ജനിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് അവരോടുള്ള ഒരു വളരെ ഒരു അവജ്ഞാപൂർവമായ നിലപാടാണ്. ഞാൻ പറയുന്നത് ഞങ്ങളും കേരളത്തിലെ സ്ത്രീകളും എന്നൊക്കെയുള്ള വാദം വളരെ അതിവാദവും അധികപ്പറ്റുമാണ്. സ്ത്രീകൾ ദർ ഈസ് നോ ലിബറേറ്റർ, വിമോചകന്മാരൊന്നും ഇല്ല. യു ഹാവ് ടു ലിബറേറ്റ് യുവർ സെൽഫ്. അതിനെ സഹായിക്കുക, അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാതെ പുരുഷന്മാരിറങ്ങി നടത്തേണ്ടുന്ന ഒരു കളിയൊന്നും അല്ല സ്ത്രീ വിമോചനം. സ്ത്രീകൾ തന്നെ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതിനുള്ള എല്ലാ പിന്തുണയും സഹായങ്ങളും ചെയ്യണം. അല്ലാതെ അതിനകത്ത് ഞങ്ങളും കേരളത്തിലെ സ്ത്രീകൾ എന്നുള്ളൊരു സംരക്ഷണ ബോധം, ഞാനൊരു പാട്രണാണ് ഈ സ്ത്രീകളുടെ മുഴുവൻ, അതൊരു പാട്രണിസം തന്നെയാണ്. അത് പാട്രണിസം എന്ന് പറയുന്നത് തന്നെ പാട്രിയാർക്കിയാണ് അല്ലേ? ഞാനും കൂടെ വരാം നിൻ്റെ കൂടെ, നീ ഒറ്റയ്ക്ക് പോകണ്ട. ഇതൊക്കെ ഒരു ഡാഡി ബോധമാണത്, ഒരു പൊളിറ്റിക്കൽ ഡാഡി. അത് തീർച്ചയായിട്ടും താങ്കളുടെ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. ആരാണ് എഴുതിയെന്ന് എനിക്കറിയില്ല. വൈഫ് ഈസ് ക്യൂട്ട് വെൻ ഷീ ഈസ് മ്യൂട്ട്, ഹസ്ബൻഡ് ഈസ് ഹണി വെൻ ഹി ഹാസ് മണി എന്ന പരാമർശം സ്ത്രീ വിരുദ്ധമല്ലേ? ഒരു മിനിറ്റ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെ സംബന്ധിച്ചൊരു വിശദീകരണം ഒരു പരിപാടി ചെയ്യണമെന്ന് കുറേ പേര് എനിക്ക് പറഞ്ഞു. ഞാൻ കുറച്ച് സ്ലൈഡുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു, പക്ഷേ ശരിയായില്ല. എൻ്റെ കുറച്ച് ഞാൻ അതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന വൈഫ് ഈസ് ക്യൂട്ട് വെൻ ഷീ ഈസ് മ്യൂട്ട്. ഇതൊരു മീമാണ്. ഞാനത് എക്സ്ക്ലമേറ്ററി മാർക്കും
ഒക്കെ കൊടുത്തുകൊണ്ട് മീമായിട്ട് എഴുതിയിരിക്കണം. ഇത് ആര് പറയുന്നു എന്നാണ് ഇവർ ആദ്യം പറയുന്നത്? ഞാൻ പറയുന്നതായിട്ടാണോ അതോ വൈഫ് പറയുന്നതായിട്ട്? ഒരാൾ എനിക്ക് എഴുതിയാണ്, സർ അല്ലല്ല ഇപ്പുറത്തുണ്ട്, ഞങ്ങളുടെ പേര് പറയുന്നില്ല, സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. മൂകയായ ഭാര്യയാണ് സുന്ദരി എന്ന് പറയുന്നത് ഏത് പുരുഷനാണ്? ഞങ്ങളാരും പറയില്ല. പുരുഷവർഗം അത്ര യാഥാർത്ഥ്യബോധമില്ലാത്ത ഫാസിസ്റ്റുകളല്ല. മൂകയല്ലാത്ത ബുദ്ധിമതിയായ സ്ത്രീകളുമായി ജീവിതം പങ്കിടാനും അവളെ തുല്യയായി കണ്ട് സ്നേഹിക്കുന്നവനുമാണ് യഥാർത്ഥ പുരുഷൻ. മിടുക്കികളെയാണ്, അല്ലാതെ മന്ദബുദ്ധികളെയും വ്യതിരതകളും അല്ല അവർ പ്രിഫർ ചെയ്യുന്നത്. ചുറ്റും നോക്കിയാൽ അത് മനസ്സിലാക്കാം. പങ്കാളിയുമായി ജീവിത സമത്വബോധത്തോടെ പങ്കെടുക്കാനാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. സംസാരിക്കാത്ത ഭാര്യയെ വേണമെന്ന സില്ലി വാദം ആരും ഉന്നയിക്കില്ല. അങ്ങനെയുള്ളവർ കണ്ടേക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഇത് പുരുഷന് മൊത്തത്തിൽ പുരുഷൻ്റെ മാത്രം ഒരു പുരുഷൻ്റെ മാത്രം അഭിപ്രായമാണെങ്കിൽ അത് വെച്ച് സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നത് പുരുഷന്മാർക്കെതിരെയുള്ള സെക്സിസ്റ്റ് റിമാർക്കാണ്. സ്ത്രീ ഇര, പുരുഷൻ യജമാനൻ ബോധമുള്ള ഒപ്രസർ എന്ന രീതിയിലാണ് സാർ ചിത്രീകരിക്കുന്നത്. ഇത് തീർത്തും പുരുഷവിരുദ്ധമാണ്. ആയതിനാൽ ഈ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യണം. മാത്രമല്ല, കാണിച്ചിരിക്കുന്ന സ്ലൈഡിൽ നിശബ്ദനായിരിക്കുന്നത് പുരുഷനല്ലേ, സ്ലൈഡിൻ്റെ ടൈറ്റിലാകട്ടെ ജസ്റ്റ് ഓപ്പോസിറ്റും. ഇതൊട്ടും ഫെയർ അല്ല. ഇതിന് എതിരെ എന്താ ആർഗ്യുമെൻ്റാണ് ഉന്നയിക്കുന്നത്? ഞാൻ ഇതിൻ്റെ മറ്റേ സ്ലൈഡിനും അദ്ദേഹം തന്നെ എഴുതി, ഹസ്ബൻഡ് ഈസ് ഹണി വെൻ ഹി ഗിവ്സ് മണി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭർത്താവ് വെറും ഒരു ATM മെഷീൻ ആണെന്നാണോ? അതിനപ്പുറം അയാൾക്ക് യാതൊരു വിലയുമില്ലേ? പണം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണോ ഭർത്താവിന് പ്രസക്തി ഉള്ളത്? പണത്തേക്കാൾ ഉപരി എത്രയോ വലിയ സേവനങ്ങൾ നൽകാൻ അവന് സാധിക്കും. അവൻ്റെ സ്നേഹം, സഹായ മനസ്ഥിതി, മാനസിക പിന്തുണ, ലൈംഗികത, ഇതിനൊന്നും യാതൊരു വിലയുമില്ലേ? അങ്ങനെയല്ലെങ്കിൽ പിന്നെ വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടോ? പണം കിട്ടാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ദാമ്പത്യത്തിൽ സാമ്പത്തികം ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ ഭർത്താവ് കേവലം ഒരു മണി മെഷീനാണെന്ന വാദം പക്കാ പുരുഷവിരുദ്ധമാണ്. സാർ പുരുഷന്മാരെ ആകെ ഇടിച്ചു താഴ്ത്തിയാണ് പരിപാടി അവതരിപ്പിച്ചത്. വെളിച്ചപ്പാടുൾപ്പെടെ പരിഹാസ്യരും പരാജയപ്പെട്ടവരുമായ പുരുഷന്മാരെ മാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പരാജയപ്പെട്ട പുരുഷന്മാരെ മാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്കാ പുരുഷവിരുദ്ധമാണ്. അപ്പം നിങ്ങൾ എവിടെ നിന്ന്, ഈ കാറ് വെളുത്ത കാറാണെങ്കിലും നിങ്ങളതിൻ്റെ താഴെ നിന്ന് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ നിറങ്ങൾ കാണും. യഥാർത്ഥത്തിൽ ഈ പരിപാടി ഈസ് നോട്ട് അബൌട്ട് ജെൻഡർ ഇഷ്യൂസ്. ജെൻഡർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു വിഷയമില്ല. ഇത് വിഷയം വേറെയാണ്. ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ണുണ്ണീസം പോലെ തോന്നും അത് എന്നെക്കുറിച്ചാണ്, ഇതിനെക്കുറിച്ചാണ്. അത് ഏത് പരിപാടിയിൽ? ഇപ്പോൾ ഈ പരിപാടിയിൽ ദളിത് വിരുദ്ധത ആരോപിച്ചൂടെ? സ്ലൈഡുകൾ നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും കണ്ടോ? ഒരു ബുദ്ധിമാനായ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയും, 3-4 സ്ലൈഡുകളിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഒരു പരിപാടിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻറ്റും അതിൻ്റെ കണ്ടൻറ്റുമാണ്. എന്താണ് ഉദ്ദേശം, എന്താണ് ഉള്ളടക്കം, ഈ 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. അല്ലാതെ നിങ്ങൾ പാർശ്വവീക്ഷണങ്ങളിലൂടെ പലതും കണ്ടെത്തിയെന്നിരിക്കും. അത് അവരുടെ ഒരു വീക്ഷണഗതിയുടെ അടിസ്ഥാനമാണ്. പക്ഷേ ഈ പ്രഭാഷണം നടത്തുന്ന ആൾക്ക് അതല്ല വിഷയം. അയാൾ ഡയറക്റ്റായിട്ട്, അതായത് നിങ്ങൾ കടൽ കാണാൻ പോയിട്ട് അവിടെ കുറച്ച് കടലയെക്കുറിച്ച് സംസാരിക്കരുത്. മനസ്സിലായില്ലേ? കടലിനെ കുറിച്ച് സംസാരിക്കണം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഇത് ഫുട്ബോൾ കളിയൊക്കെ കാണാൻ പോയിട്ട് ഭയങ്കര വന്ന് വാചകമൊക്കെ അടിച്ചിട്ട് പോപ്കോണിനെ കുറിച്ചായിരിക്കും ഭയങ്കര അടി. ആ പോപ്കോൺ കുറേ കരിഞ്ഞതായിരുന്നു, മറ്റേത് ഭയങ്കര ഇതാണ് പ്രശ്നം. ഈ ഫെമിനിസവും ജെൻഡർ ഇഷ്യൂസൊന്നും ഇതിനകത്ത് അങ്ങനെ ഒരു പരിപാടിയല്ല. ഞാനൊരു പരിപാടി അവതരിപ്പിക്കാം ഫെമിനിസത്തെക്കുറിച്ച്, ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച്. അപ്പോൾ അവിടെ വരൂ. ഇതിനകത്ത് ആവശ്യമില്ലാതെ കാര്യങ്ങൾ കുത്തിത്തിരിയുന്നതാണ് പ്രശ്നം. ഇതിപ്പോൾ പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ പരിപാടിയാണ്, പുരുഷന് വിരുദ്ധമായ പരിപാടിയാണ് എന്ന് 2 വാദങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ ഏതെടുക്കണം? അപ്പോൾ കറക്റ്റ് പരിപാടി ആയില്ലേ ഇത്? ഈ 2 സ്ലൈഡും പക്കാ പുരുഷവിരുദ്ധമാണെന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആർക്ക് മറുപടി ഉണ്ടിന്? ആർക്ക് വേണേലും മറുപടി കൊടുക്കാൻ. അവർക്കങ്ങനെ തോന്നി, അവരെഴുതി, ശരിയാണ്. ഇതെല്ലാം ഇതേ കണക്കുള്ള ചോദ്യങ്ങളാണ്. ഞാൻ സമയം വൈകിയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. യഥാർത്ഥ സ്വതന്ത്രചിന്തനായി സമൂഹത്തിൽ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാർ പറഞ്ഞത് സത്യസന്ധമാണ്. ഇതിനെ അതിജീവിച്ചു പോകാൻ സംഘടനാ ബലമില്ലാത്തവർ എന്തു ചെയ്യണം? സംഘടനാ ബലമില്ലാത്തവർ, ഞാൻ ജബ്ബാർ മാഷിൻ്റെ കാര്യം പറഞ്ഞോളം തന്നെ കളക്റ്റീവ് വോയിസസ് ആവശ്യമാണ്. കളക്റ്റീവ് വോയിസസിന് എന്താണ് ഏറ്റവും നല്ലത് അത് ചെയ്യണം. ഒറ്റയ്ക്കുള്ള ശബ്ദങ്ങൾ അടിച്ചമർത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് കൂട്ടം കൂടി നിൽക്കണം, അടിക്കുന്നവരെ പൊതിയണം, വീണ്ടും അടി വീഴാതിരിക്കാൻ. അതേ ഉള്ളൂ. ഇത് ട്രൈബലിസമാണ് എന്നൊക്കെ ആളുകൾ പറയും. നമ്മൾ ട്രൈബൽ ആനിമലാണ്.
വി ആർ ഗെറ്റിംഗ് ലെസർ ട്രൈബൽ ബൈ എവറി ഡേ. അതേ നമുക്ക് സാധിക്കുള്ളൂ. കൂട്ടം കൂടുക എന്നുള്ളതും സംഘബോധമൊക്കെ ഉണ്ടാകുക എന്നുള്ളതും ഒക്കെ ഹോമോസാപ്പിൻസിൻ്റെ അതിജീവന സമവാക്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി നമുക്ക് സാധിക്കില്ല. പിന്നെ ഫെമിനിസ്റ്റുകൾ ഇത്ര ശക്തമായി എതിർക്കുന്നത് കൊണ്ടാണോ താങ്കൾ നിരന്തരം ഈ പരിപാടി നടത്തുന്നത്? ഫെമിനിസ്റ്റുകൾ ഇത് എതിർത്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഫെമിനിസ്റ്റുകളുമായിട്ട് സംസാരിക്കുന്നതാണ്. വളരെ പലരും കണ്ടിട്ട് തന്നെ അവർക്ക് ആർക്കും ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെയുള്ളവരുണ്ടാകാം, അത് അവർ തന്നെ ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. പിന്നെ താങ്കൾ നിരന്തരം പരിപാടി നടത്തുന്നത് തീർച്ചയായിട്ടും പരിപാടി നടത്തുന്നത് ഫെമിനിസ്റ്റുകളെ കാണിക്കാനൊന്നുമല്ല. പരിപാടി ഇപ്പോൾ രവിചേട്ടൻ തന്നെ എന്നെ വിളിച്ചു നടത്തണമെന്ന് പറഞ്ഞു, നടത്തുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എനിക്ക് ഒരു പരിപാടിയും 2 പ്രാവശ്യം നടത്താൻ, നാസ്തികനായ ദേവൻ ഞാൻ 100-ലേറെ പരിപാടികൾ കേരളത്തിലെമ്പാടും നടത്തി. 100-ലേറെ. അതെന്തിനാണ് ഒരു പരിപാടി തന്നെ എല്ലായിടത്തും പോയി നടത്തുന്നത്? ഇപ്പോൾ മസ്തിഷ്കം കഥ പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ട് 3 മാസമേ ഉള്ളൂ. ഞാൻ 6 പരിപാടി നടത്തി. അതിൽ 4 യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തിനാണ് നടത്തുന്നത്? ഇതൊന്നും ആർക്കെതിരെയും കണ്ടുകൊണ്ടോ അല്ലെ ആരെയും സങ്കല്പിച്ചുകൊണ്ടോ ഒന്നും ചെയ്യാറില്ല. അതിനു വേണ്ടിയുള്ള സാധനമൊന്നും അവിടെ കാണുന്നുമില്ല. വെളിച്ചപ്പാടിൻ്റെ ഭാര്യയിൽ ആദ്യ അവതരണത്തിൽ തെറ്റുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് സാർ 2ാം അവതരണത്തിൽ തിരുത്തലുകൾ വരുത്തിയത്? അത് വിമർശകരുടെ വിജയമല്ലേ? വിമർശകരുടെ വിജയമാണെങ്കിൽ അവർ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? ഞങ്ങൾ തെറ്റ് കണ്ടുപിടിച്ചു, അയാൾ തിരുത്തി, അപ്പോൾ കൂടുതൽ ഗ്ലാഡ് ടു മീറ്റ് യു, നന്നായി എന്നല്ലേ പറയണ്ടേ? അപ്പോൾ നിങ്ങൾ വീണ്ടും തിരുത്തി വീണ്ടും അവതരിപ്പിക്കൂ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ലോജിക്ക്. ഞാൻ നാസ്തികനായ ദൈവത്തിൻ്റെ ആദ്യത്തെ സ്ലൈഡ് പ്രസൻറ്റേഷൻ 2010 അവതരിപ്പിച്ചത് 2016 അവതരിപ്പിച്ച പ്രസൻറ്റേഷനുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലേ, എന്തൊരു ഷിപ്പെന്ന് പറയുന്നത്, തെസ്യൂസിൻ്റെ ഷിപ്പ് പോലെയാണ്. തെസ്യൂസിൻ്റെ ഷിപ്പിൻ്റെ കഥ അറിയാമല്ലോ. ആദ്യം ഒരു ചങ്ങാടം തടി വെച്ചുണ്ടാക്കി ആ ഷിപ്പിൻ്റെ അകത്തുനിന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നശിച്ചു പോയപ്പോൾ അതിന് പകരം സാധനങ്ങൾ വെച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തെസ്യൂസിൻ്റെ ഷിപ്പിൻ്റെ ആദ്യം ഉപയോഗിച്ചിരുന്ന തടിക്കഷ്ണത്തിൽ 1 ഗ്രാം പോലും ഇപ്പോഴുള്ള കപ്പലിലില്ല. പക്ഷേ ഇപ്പോഴും അതിനെ വിളിക്കുന്നത് തെസ്യൂസിൻ്റെ ഷിപ്പ് എന്നാണ്. എന്നിട്ട് തെസ്യൂസിൻ്റെ ഷിപ്പിൽ നിന്ന് മാറ്റിയ ജീർണിച്ച ഭാഗങ്ങളും കുഴപ്പമുള്ള ഭാഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് വേറൊരു കപ്പൽ ഇപ്പുറത്ത് തെസ്യൂസിൻ്റെ ഷിപ്പിലെ തടി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ ആരും തെസ്യൂസിൻ്റെ ഷിപ്പെന്ന് വിളിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, പുതുക്കിപ്പണിയലുകൾ നിരന്തരമായ മനുഷ്യരിൽ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമും ഈ പ്രോഗ്രാമിൽ തന്നെ 3 സ്ലൈഡ് അധികം ചേർത്തിട്ടുണ്ട്. ഞാൻ 2 സ്ലൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാസ്തികനായ ദൈവത്തിൽ ആദ്യം ഇറക്കിയ പ്രസൻറ്റേഷനിൽ നിന്ന് അവസാനത്തെ 2014 പ്രസൻറ്റേഷൻ വരുമ്പോൾ ഏതാണ്ട് 90% സ്ലൈഡുകൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റും. ഓരോരോ സ്ഥലവും കാലവും പുതിയ ആശയങ്ങളും വരുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. ഞാനങ്ങനെ സ്വയം പരിഷ്കരിക്കുന്ന ഒരാളാണ്. അത് നിങ്ങളുടെ വിജയമാണെങ്കിൽ നിങ്ങൾ എന്നെ അഭിനന്ദിക്കുക. ഐ ഡോണ്ട് മൈൻഡ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എല്ലാ പരിപാടിയും ഞാൻ അങ്ങനെ തന്നെ. അപ്പോൾ മസ്തിഷ്കം കഥ പറയുന്നു, മാറ്റിക്കൊണ്ടിരിക്കുക. അടുത്ത പരിപാടിയിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. പീകോക്ക് ഫെമിനിസം, അതിനൊക്കെ ഞാൻ എന്തിനാ മറുപടി പറയുന്നത്? വെളിച്ചപ്പാടിൻ്റെ ഭാര്യയ്ക്ക് ദിവസേന 3 കളികൾ ഉണ്ടെന്നും അവതാരകൻ ക്ഷീണിക്കുമെന്നും ഒക്കെ പറയുന്നു. വെളിച്ചപ്പാട് ഇതൊക്കെ ഓരോരോ പരിസ്ഥിതിയിലും ആവേശത്തിലൊക്കെ തള്ളിവിടുന്നതാണ്. അതൊക്കെ അവരോട് തന്നെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു യുക്തിവാദി നേതാവ് പ്രസംഗത്തിൽ പറയുന്നു, നാസ്തികനായതുകൊണ്ട് സ്ത്രീവിരുദ്ധത ഇല്ലാതാകില്ല, മതമല്ല പാരമ്പര്യമാണ് ഉപേക്ഷിക്കേണ്ടത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് ആ ഒരു സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്. ഏക കാരണം, നാസ്തികത എന്ന് പറഞ്ഞാൽ എല്ലാ സാമൂഹ്യ ഈവിളിനെതിരെയുള്ള ഒരു പരിഹാരമല്ല. ഇറ്റ്സ് നോട്ട് എ പനേഷ്യ. പാരമ്പര്യം ആണ് ഉപേക്ഷിക്കേണ്ടത്. പാരമ്പര്യം ഉപേക്ഷിച്ചാൽ സ്ത്രീവിരുദ്ധത ഉപേക്ഷിക്കാൻ പറ്റുമോ? നാസ്തികത ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം സ്ത്രീവിരുദ്ധതയോ ദളിത് വിരുദ്ധതയോ ഒന്നും ഉപേക്ഷിക്കപ്പെടില്ല. നമ്മൾ പറയുന്നത് എന്താണ് പാരമ്പര്യം? പാരമ്പര്യം എന്ന് പറയുന്നത് വിശ്വാസങ്ങളുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, ജീവിത രീതികളുടെ ഒരു വലിയൊരു ബോഡിയാണ്, ഒരു സമുച്ചയമാണ്. അത് ഏറ്റവും കൂടുതൽ പാരമ്പര്യം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് മതത്തിലാണ്. അത് ഫോസിലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മതം എന്ന് പറയുന്ന പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സാണ്, ഒരു സോഴ്സാണ്. അപ്പം മതത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരാൾ സ്വാഭാവികമായും ഒരുപിടി പാരമ്പര്യ മാമൂലുകളിൽ നിന്ന് കൂടിയാണ് പുറത്തു വരുന്നത്. നിങ്ങൾ കോട്ടെടുത്ത് വലിച്ചെറിയുമ്പോൾ ആളും കൂടെ പോവുകയാണ്. കാര്യം നിങ്ങൾ ധരിച്ചിരിക്കുന്ന കോട്ടാണ് എടുത്ത് വലിച്ചെറിയുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും അതിനകത്ത് ഏറ്റവും വലിയ മതത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അല്ലെ മതമാണ് പാരമ്പര്യത്തെ നിലനിർത്തുന്നത്. മതത്തിൽ നിന്ന് പുറത്തു വരുത്തുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പം നാസ്തികത എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധത കുറയ്ക്കാനുള്ള, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വലിയ മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. അല്ല നാസ്തികനാവുന്നതുകൊണ്ട് സ്ത്രീവിരുദ്ധത അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നാസ്തികത ഒന്നിനും പൂർണ്ണമായ പരിഹാരമല്ല, ഒന്നുമല്ല, അങ്ങനെ ഒറ്റ കാരണവും ഇല്ല. ഇതൊന്നും ഒരു വാദം പോലും അല്ല. ഇത് ആരാ ഇങ്ങനെ ഉന്നയിക്കുന്ന വാദം? നാസ്തികനാകുമ്പോൾ സ്ത്രീ പക്ഷപാതിയാകാനുള്ള സാധ്യത വലിയ തോതിൽ വർദ്ധിക്കുന്നു, നിങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടുത്തുക. ഇതൊക്കെ ഒരു വാദമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നത് ഇല്ല, എനിക്ക് എന്തെങ്കിലും തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അല്ലെ സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നൊക്കെ ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നത് പോലേ ഉള്ളൂ. ഇതൊന്നും ഒരു വാദമല്ല, അങ്ങനെ ഒരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫെമിനിസത്തെ അറിയാത്തത് കൊണ്ടാണ് ഫെമിനിസ്റ്റ് ആണെന്ന് പറയാൻ മിക്കവരും തയ്യാറാകാത്തതെന്നും അതിൻ്റെ നിർവചനം ശരിയായി കൊടുത്തപ്പോൾ കൂടുതൽ പേർ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാൻ തയ്യാറായി എന്നും പറയുന്നത് കേട്ടു. സത്യത്തിൽ ഇതല്ലേ കേരളത്തിലെ സ്ഥിതി? ഡോക്ടർ അരുൺ പറയുന്നത് കേട്ടു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞാണ്. അത് ശരി. അത് ഈ ഫെമിനിസ്റ്റിൻ്റെ പോളുകളായിരിക്കും അത് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. പോളുകൾ അമേരിക്കയിലും ഇപ്പോൾ പ്യൂ പോള്, വോക്സിൻ്റെ പോള്, ഈ കഴിഞ്ഞ ഒരു 5 വർഷം 6 വർഷത്തിനുള്ളിൽ നടത്തിയ പോളുകളിലെല്ലാം വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫെമിനിസ്റ്റ് ആണോ എന്ന് നിങ്ങൾ ആളുകളോട് ചോദിക്കുമ്പോൾ 16% പുരുഷന്മാർ, 23% സ്ത്രീകൾ, 18% പുരുഷന്മാർ, 20% സ്ത്രീകൾ, ഒരു 20% സ്ത്രീകളും പുരുഷന്മാരും പൊതുജനങ്ങൾ മാത്രമേ ഫെമിനിസ്റ്റ് ആണ് എന്ന് അവകാശപ്പെടുന്നുള്ളൂ, സ്വയം അങ്ങനെ വിലയിരുത്തുന്നുള്ളൂ. ഇവരോടെല്ലാം ചോദിച്ച് വേറെ ചോദ്യം വെച്ച്, നിങ്ങൾ ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീക്കും പുരുഷനും അന്യലിംഗക്കാർക്കും തുല്യ അവകാശ അധികാരങ്ങൾ ഉണ്ടാകണമെന്ന് കരുതുന്ന ഒരാളാണെന്ന് ചോദിച്ചപ്പോൾ 90% ആളുകൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് ആണ്? ഫെമിനിസ്റ്റ് അല്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനമല്ല, അത് ഈ ലിംഗസമത്വത്തിലുള്ള സാധനമാണ്, അത് പുരുഷനെതിരെയല്ല, പാട്രിയാർക്കിക്കെതിരെയാണ്, ഇങ്ങനെയൊക്കെ കുറേ സ്ഥിരമുള്ള ഡയലോഗുകളെല്ലാം പറഞ്ഞു. ഇതൊന്ന് പരിഷ്കരിച്ചു, ഡെഫിനിഷൻ പരിഷ്കരിച്ചിട്ട് വീണ്ടും കൊടുത്തപ്പോൾ കൂടുതൽ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഫെമിനിസ്റ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഫെമിനിസം ഈസ് വാട്ട് ഫെമിനിസ്റ്റ് ഡു. ഇതാണ് പ്രശ്നം. ഫെമിനിസം എന്ന് പറയുന്ന, അല്ല ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നതും ചെയ്യുന്നതുമാണ് ഫെമിനിസം എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആശയം പുസ്തകത്തിൽ ഇപ്പോൾ പല ആൾക്കാരും ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയല്ല പറയുന്നത്, ഇവരങ്ങനെയല്ല പറയുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ പറയുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ പുസ്തകത്തിൽ എന്തെഴുതി എന്നുള്ളത് ഈ സമൂഹത്തിൽ പ്രസക്തമേ അല്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ്, വാട്ട് യു ആർ, അതാണ് വിലയിരുത്തുന്നത്. പിന്നെ ഡെഫിനിഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നു പറയുന്നത് ഒരു വികലവാദമാണ്. കാര്യം ഇപ്പോൾ BJP നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് വർഗീയ പാർട്ടിയാണ്. ഉടനെ BJPയുടെ മാനിഫെസ്റ്റോ ഒക്കെ എടുത്തോട്ട് ഇത് വർഗീയ പാർട്ടിയൊന്നും അല്ല, ഇത് അതാണ് മറ്റാണ്, ഞങ്ങൾ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പോൾ കൂടുതൽ ഇവർ അംഗീകരിക്കും. അപ്പോൾ ഡെഫിനിഷൻ മാറ്റി കൊടുത്താണോ നിങ്ങൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത്? എന്ന വാദമാണിത്? ഡെഫിനിഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഡെഫിനിഷൻ ഇങ്ങനെ മാറ്റി കൊടുത്തോണ്ടിരിക്കുക. ഡെഫിനിഷൻ മാറ്റിയിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ ഒരു വിഷയമുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ ഫെമിനിസം ഒരു ഇപ്പോൾ ഒരു മോഡേൺ, എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്തിൽ ഇത്ര വലിയൊരു ക്യാൻസർ എന്ന് ഫെമിനിസത്തെ വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇത്ര അസ്വീകാര്യമാകുന്നത്? അവരെല്ലാം പറയുന്നത് ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിൽ വിശ്വസിക്കുന്നു, ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്നു. 90% ആൾക്കാരും പറയുന്നു. അവർക്കാർക്ക് ഈ പദം സ്വീകാര്യമല്ല. പദം സ്വീകാര്യമാകാത്തതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് അവതരിപ്പിക്കുന്ന രീതി, അതിൻ്റെ എലിമെൻ്റ് ഓഫ് ഇൻടോളറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ പാശ്ചാത്യ ലോകത്ത് പോലും, അവിടെ കുറച്ചുകൂടെയൊക്കെ ജെൻഡർ ജസ്റ്റിസ് ഉള്ളതാണ്, കേരളത്തിലായാലും ഒക്കെ അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാകാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറച്ചുകൂടെ മാറ്റാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയാൻ തയ്യാറായി മുന്നോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെമിനിസ്റ്റുകൾ പ്രസംഗത്തിൽ സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണത്? അതൊക്കെ ആ സെമിനാറുകളിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെ ഏതെങ്കിലും ഒരാളുടെയോ അനുഭവം വെച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യം വെച്ചുകൊണ്ട് സ്ത്രീകൾ മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറയുന്ന, അതാണ് ഇത് പഴയ ഒരു 60s തൊട്ട് ഉള്ളൊരു സാധനമാണ്. അതാണ് സ്റ്റീരിയോ ടൈപ്പ്. അതാണ് പറയാനല്ലേ ചോദിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു വിശദീകരണം. അവൾ വളരെ ഒരു കവിത, ഒരു സ്ത്രീയുടെ ജീവിതം വർണ്ണിക്കുന്ന ഒരു കവിത നമ്മൾ ചൊല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു കഥ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഷോട്ട് കാണിക്കുകയാണ്. എന്നിട്ട് എല്ലാ സ്ത്രീകളും ഇതുപോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സ്റ്റീരിയോ ടൈപ്പിങ്ങാണ്. മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്പിങ് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. കാരണം നമ്മളുടെ കോമൺ ഡിസ്കോഴ്സിൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പിങ്ങൾ നടത്തും. പക്ഷേ നമ്മൾ പലപ്പോഴും അത് അങ്ങനെ നടത്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ മൊത്തത്തിലുള്ള ആ വിഭാഗത്തെ തള്ളിപ്പറയുകയോ അടച്ചാക്ഷേപിക്കുന്നോ ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കും അത് പറയുന്നത്. ഒരാൾ വെച്ച് പോയത് ഇങ്ങനെയൊക്കെയാണ്, ആ ഭാഗത്ത് പോയാൽ ശരിയാവില്ല, അവന്മാരെല്ലാം ശരിയല്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയുന്നത്. സ്റ്റീരിയോ ടൈപ്പ് ഇല്ലാതെ യഥാർത്ഥത്തിൽ കോമൺ ഡിസ്കോഴ്സ് തന്നെ ബുദ്ധിമുട്ടാണ്. അതതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. പക്ഷേ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ആക്കുകയാണ്. അത് ശരിയല്ല, അത് യുക്തിഹീനമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. വെളിച്ചപ്പാടിൻ്റെ പുനർവായന കണ്ടിരുന്നു. അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പീക്കോക്കുകൾ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയിലെ സ്ലൈഡുകൾ ചർച്ച ചെയ്യാൻ 5 പേരെ നിയോഗിച്ച് മയിൽപ്പീലി വെച്ച് പോസ്റ്റർ ഇറക്കിയത് കണ്ടിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു. സ്ത്രീധനം വാങ്ങിയും താലി കെട്ടിയും വിവാഹം കഴിക്കുകയും ഭാര്യയുടെ പേരിൽ വാലായി സ്വന്തം പേരിൽ ചാർത്തി കൊടുക്കുകയും ചെയ്യുന്ന പുരുഷ ഫെമിനിസ്റ്റുകളുണ്ട്. സ്വന്തം പേരിനൊപ്പം പിതാവിൻ്റെ പേര് ചേർക്കുന്ന സ്ത്രീ ഫെമിനിസ്റ്റുകൾ. ഇവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താണ് ഈ ചോദ്യം ചോദിച്ചാലുള്ള അഭിപ്രായം? അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഫെമിനിസ്റ്റുകൾ സാങ്കല്പിക എതിരാളികൾക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയാണോ? പാട്രിയാർക്കി അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ മതവും അബ്സ്ട്രാക്റ്റ് അല്ലേ? പാട്രിയാർക്കി അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ മതവും അബ്സ്ട്രാക്റ്റ് ആണെന്ന് ചോദിക്കുന്നത് വളരെ വിചിത്രമായൊരു വാദമാണ്. ഉദാഹരണമായിട്ട് മതത്തെ, പാട്രിയാർക്കിയെ നിങ്ങൾക്ക് നിയമപരമായി നേരിടാം. ഇപ്പോൾ 33% റിസർവേഷൻ, സ്ത്രീകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ പാട്രിയാർക്കി വിരുദ്ധമായ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരാം. മതത്തിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമം കൊണ്ടുവരാൻ പറ്റുമോ? കോൺസ്റ്റിറ്റ്യൂഷനിലെ അപ്രൂവ്ഡ് സാധനമാണ് മതം. പാട്രിയാർക്കി കോൺസ്റ്റിറ്റ്യൂഷനെ എതിർക്കുന്ന കാര്യമാണ്. മതത്തിന് സവിശേഷ പരിഗണനകളാണ് ആർട്ടിക്കിൾ 26 മുതൽ 30 വരെയുള്ള ന്യൂനപക്ഷ പദവി ഉൾപ്പെടെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ, 295A, 156, ഇതെല്ലാം മതത്തെ പൊന്നുപോലെ നോക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ്. ഇതെങ്ങനെയാണ് പാട്രിയാർക്കിക്ക് ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഏത് ഭരണഘടനാ സാങ്ഷനാണ് ഉള്ളത്? എന്ത് ഭാവന, സങ്കല്പിക എതിരാളിയാണോ മതം? സാങ്കല്പിക, ഇത് തമ്മിലാണോ താരതമ്യം ചെയ്യുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടല്ലോ ഒരു ലെവലും ഇല്ലാത്ത വാദങ്ങളാണ് ഇതൊക്കെ. ഇക്വേറ്റ് ചെയ്യുക രണ്ട്. പാട്രിയാർക്കിയും അബ്സ്ട്രാക്റ്റാണ്, മതവും അബ്സ്ട്രാക്റ്റാണ്. പാട്രിയാർക്കിയെ നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാൻ കഴിയും. നമുക്ക് ഓരോ ദിവസവും നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പാട്രിയാർക്കിക്കെതിരെ നിങ്ങൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും പിടിച്ചൊന്നും ചെയ്തൊന്നുമില്ല. അതൊരു പുരോഗമനവാദമായിട്ട് അംഗീകരിക്കുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടാവുമെങ്കിലും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വെരി എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നില്ല. പാട്രിയാർക്കിയെ എതിർക്കണം. അതിനകത്ത് ആദ്യം എല്ലാവരും അങ്ങനെയല്ലേ? ബൈ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു റാഷണൽ ആയിട്ടുള്ളൊരു വ്യക്തി ആൻറ്റി ആയിരിക്കണം. അങ്ങനെ ആകാൻ പറ്റൂ. കാര്യം അതൊരു ഒരു ജെൻഡർ പരമായിട്ടുള്ള ബയസാണ്. അത് പാടില്ല. പിന്നെ ഇദ്ദേഹം ചോദിച്ച പാട്രിയാർക്കി അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ മതവും അബ്സ്ട്രാക്റ്റ് അല്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട സാധനങ്ങളാണ്. സാധാരണ സൂചിച്ചിട്ട് ഡോക്കിൻസിൻ്റെ ഒരു പ്രസ്താവന ഇസ്ലാം വിമർശനത്തെ കൂടുതൽ വിഷമുള്ളവയെക്കുറിച്ച് പോളിസം തെറ്റാണോ? അനൂപ് രാജു. അത് വലിയ ചോദ്യമാണ്. ഡോക്കിൻസ് പറഞ്ഞ കാര്യം, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല കാരണം ഭയം കൊണ്ടാണ് എന്ന് ഡോക്കിൻസ് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ വിമർശിക്കാത്തത് അയാളോടുള്ള ഭയം കൊണ്ടാണ് എങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഏറ്റവും മോശം പ്രസ്താവനയാണ്. നമ്മൾ ആരൊക്കെയാണ് ഭയക്കുന്നത്? വലിയ വന്യമൃഗങ്ങളെ ഭയക്കുന്നു, വിഷപ്പാമ്പുകളെ ഭയക്കുന്നു, പേപ്പട്ടികളെ ഭയക്കുന്നു. അവനെ ഒന്നും പറയാൻ പറ്റില്ല. ഭയം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്കെതിരെയുള്ളൊരു വലിയ പ്രസ്താവനയാണ്. പക്ഷേ ഡോക്കിൻസ് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിമർശനങ്ങളോടുള്ള സഹിഷ്ണുത എത്രയോ കുറവാണ് എന്ന് കാണിക്കുന്ന ഒരു മെറ്റഫോറിക്കൽ സാധനമാണ് പറഞ്ഞത്. പുള്ളി ഇസ്ലാമിനെയൊക്കെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് വേണം, ഗലീലിയ ചെയ്യണോ അതോ ബ്രൂണോ ചെയ്തോണം എന്നുള്ള ചോദ്യമുണ്ട്. ഗലീലിയയുടെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ഭൂമി ചലിക്കുന്നില്ല എന്ന് സമ്മതിക്കാൻ പറഞ്ഞപ്പോൾ ഗലീലിയ പറഞ്ഞു ഭൂമി ചലിക്കുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ നെവർദെലെസ് ഇറ്റ് മൂവ്സ്. പുള്ളി കഴുത്ത് രക്ഷിച്ചു, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു, വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു, ബ്രൂണയെ തീയിലിട്ട് കൊന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവൻ നിങ്ങൾ പരമപ്രാധാന്യം കൊടുക്കണം. അത് ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള ഒരവസരമാണ്. നിങ്ങൾ ജീവിച്ചെങ്കിലേ ബാക്കി എല്ലാം ഉള്ളൂ. ഒരാൾ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നത് ഒരു തോൽവിയൊന്നുമല്ല, അത് അവൻ്റെ തോൽവിയാണ്. വയലൻസിൻ്റെ മുന്നിൽ ഒരാൾ കീഴടങ്ങുന്നത്
ആരാ നമ്മുടെ കുഴപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ നടക്കുന്ന വഴിത്താരകളിലെല്ലാം ഈ കുപ്പിച്ചില്ലും കാരമുള്ളും വാരി വിതറിയിട്ട് നിങ്ങൾ മാറി നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. അവനത് ചെയ്യുന്നു. ഈസ് യൂസിങ് വയലൻസ്. വയലൻസ് ഭീരുവിൻ്റെ ആയുധമാണ്. അതുകൊണ്ട് ഡോക്കിൻസ് പറഞ്ഞത് ശരിയായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ചെന്ന് കയറി കൊടുക്കണോ ഇവൻ്റെയൊക്കെ മുന്നിൽ? നിങ്ങളുണ്ടെങ്കിലല്ല പിന്നെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയുള്ളൂ. ഇങ്ങനെ രണ്ടുപേര് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ അന്ധകാരമായിരിക്കും. പിന്നെ പുറകെ വരുന്നവർ പകച്ചു പോവും. There is nothing wrong in using your sense of reason. Nothing wrong. വെളിച്ചപ്പാടിൻ്റെ വ്യഭിചാരം. കുറേ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ് കുറേ ചോദ്യങ്ങളുണ്ട്. പരിപാടിയുടെ അവസാനം കിട്ടിയ മുഴുവൻ ചോദ്യങ്ങളും മറുപടി പറയാത്തത് എന്ത് എന്ന് ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദീകരിക്കണം. അതായത് വിഷയവുമായി അധികം ബന്ധമില്ലാത്തതും. അത് ചേട്ടൻ എഴുതുന്ന ഞാൻ ഒരുമാതിരി മറുപടി പറഞ്ഞു. ഇറ്റ്സ് എ ലോങ് സെഷൻ. എനിക്ക് തോന്നുന്നു ഐ ഹോപ്പ് ദാറ്റ് ഐ കൺവേഡ് മൈ മെസ്സേജ് ആൻഡ് വാട്ട് ഐ വാണ്ടഡ് ടു സേ ഐ കൺവേഡ് ഇറ്റ്, ഐ കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ്. ഐ ഹോപ്പ് ഇത്രയും ചോദ്യങ്ങളൊക്കെ, കുറേ ചോദ്യങ്ങളൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ സാധാരണ വാല്യൂ മാർക്ക് ഇടാറില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, സ്ഥിരം പറയുന്നോണം, ഗ്ലാഡ് ടു മീറ്റ് യു, സാഡ് ടു ലീവ് യു, ഹോപ്പ് ടു സീ യു. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഒരുത്തൻ സാഡ് ടു ലീവ് യു എന്നുള്ളത് ഗോഡ് ബ്ലെസ് യു എന്ന് കേട്ടു. അപ്പോൾ ആ അണ്ണൻ മനസ്സിലാക്കാനായിട്ട് ഒന്നുകൂടി പറയാണ്. ഞാൻ 1992 മുതൽ എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ഗ്ലാഡ് ടു മീറ്റ് യു, കണ്ടതിൽ വളരെ സന്തോഷം, നിങ്ങളെ പിരിയുന്നതിൽ ദുഃഖം, കാണാമെന്ന പ്രതീക്ഷ. താങ്ക് യു.